ഇതാ ഇങ്ങനെ നല്ല ചളിയാക്കിയിട്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് ഇടേണ്ടത്. ചളിയോടെ മണ്ണിലേക്ക് നല്ല വാങ്ങല വെള്ളം അടിച്ചിട്ട് ചളിയാക്കിയിട്ടാണ് കോൺക്രീറ്റ് ഇട്ടേണ്ടത്. ഓക്കെ ഗൈസ്, ഏകദേശത്തെ ഇതെല്ലാം കണ്ടില്ലതാ. വെള്ളം വിത്തണം, മണ്ണിലേക്ക് വെള്ളം വിത്തിട്ട് ചളിയോടെ കോൺക്രീറ്റ് നിറച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് വെള്ളം ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. നല്ല മണ്ണും കോൺക്രീറ്റും മിക്സായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിന്നോളും. ഓക്കെ, ഇത് ഏകദേശം 3 ഇഞ്ചിൻ്റെ മീറ്ററാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ये जमीन में पानी क्यों डालते हैं मालूम है? उसके ऊपर कंक्रीट क्यों डालते हैं? जमीन पानी खींचेगा ना नीचे से, नीचे जाके पकड़ते एकदम मिक्स में रहेगा, इसके लिए पानी के ऊपर कंक्रीट डालेगा. सही है, तो मन को चली बना के उस पर कंक्रीट डालेगा. ജയസദാ നല്ല പോലെ ഇങ്ങനെ താമസം ഇട്ടുകൊണ്ട് വരാം. ചങ്ങന്മാരെ മനസ്സിലായില്ലേ? ഇതുപോലെ പിന്നെ കോൺക്രീറ്റ് ചെയ്യുക, താമസമൊക്കെ ഇട്ടിട്ട്. മേൻ സ്ലാബ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ ആയിരിക്കണം നമ്മൾ ബെഡിങ് ചെയ്യുന്നത്. ബെഡ് പറഞ്ഞിട്ട് നിസ്സാരാക്കാൻ പാടില്ല. ബെഡ് പിന്നെ ഓക്കെ, അത് ടൈൽസ് മണ്ണിലല്ലേ, ടൈൽസിൻ്റെ അടിയിലല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്സാരാക്കിയിട്ട് പിന്നെ ബെഡ് ചെയ്യാൻ പാടില്ല. ബെഡ് മെത്തേഡ് പോലെ ചെയ്താൽ എങ്ങനെ മേൻ സ്ലാബ് ചെയ്യുന്നത് അതേ മെത്തേഡോടെ മേൻ സ്ലാബിന് എന്തൊക്കെ ചെയ്യുമ്പോൾ കുത്തുന്നു, കമ്പ്യൂട്ടർ കുത്തുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ പിന്നെ ദാമാസ് ഇടുന്നു. ദാമാസൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ബെഡ് കോൺക്രീറ്റ് ചെയ്താൽ എപ്പോഴേക്കും ഭാവിയിലേക്ക് നല്ലതാണ്. എന്ത് അനക്കം ഉണ്ടാവില്ല, സൗണ്ട് ഉണ്ടാവില്ല, ചെതൽ ഉള്ളിന്ന് വരില്ല. ഏകദേശം 3 ഇഞ്ചോളം കോൺക്രീറ്റ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, സെറ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി SS ട്രേഡിങ്ങുമായി ബന്ധപ്പെടുക.